ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പഠനം ഇന്ന് ആരംഭിച്ചു. ടിക്കറ്റിൽ യാത്രക്കാരുടെ ലിംഗം രേഖപ്പെടുത്തി തുടങ്ങി. ഇതിനായി ടിക്കറ്റ് മെഷീനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. ടിക്കറ്റ് അടിക്കുന്ന ഇലക്ട്രോണിക് മെഷീനിൽ യാത്രക്കാർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടക്ടർമാർ പ്രത്യേകം രേഖപ്പെടുത്തണം. എത്ര സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുവെന്ന് അറിയാനാണ് ഇത്. സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ ശരാശരി എത്ര സ്ത്രീകൾ KSRTCയിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നുണ്ടെന്ന് കണക്ക് വേണം. ഇതിനാണ് പുതിയ മാറ്റമെന്നാണ് വിശദീകരണം. UDF സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സൗജന്യ യാത്ര പ്രഖ്യാപനം ഉണ്ടായേക്കും. കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ഒന്നാണ് KSRTC ബസ്സിലെ സൗജന്യ യാത്ര. കുറച്ചു ദിവസത്തേക്ക് കണക്കെടുത്ത് നൽകണമെന്ന അറിയിപ്പ് ലഭിച്ചതായി കണ്ടക്ടർമാർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് സ്ത്രീ യാത്രക്കാരുടെ ആവശ്യം. പ്രതിദിനം 23.5 ലക്ഷം ആളുകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണ് കണക്ക്. അതിൽ 45% സ്ത്രീകളാണ്. കൃത്യമായ കണക്ക് ലഭിക്കുമ്പോഴാണ് ഈ പദ്ധതിക്ക് എത്ര കോടി വേണ്ടിവരുമെന്ന് അറിയുക. ഓർഡിനറി, സൂപ്പർഫാസ്റ്റ് എന്നിവയിൽ എല്ലാം കൂടി പദ്ധതി നടപ്പിലാക്കാൻ പ്രതിമാസം 90 കോടി രൂപ ചെലവ് വരുമെന്നാണ് അനുമാനം. നിലവിലെ വരുമാനം പരിഗണിക്കുമ്പോൾ KSRTCക്ക് ഈ ബാധ്യത താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമെല്ലാം ഉയരുന്നുണ്ടെങ്കിലും ഏതായാലും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ത്രീ യാത്രക്കാർ. UDFനെ റെക്കോർഡ് വിജയത്തിലേക്ക് നയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് പ്രധാന പ്രഖ്യാപനം. കർണാടകയിലും തെലുങ്കാനയിലും സമാന പ്രഖ്യാപനങ്ങളിലൂടെ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ സൗജന്യ ബസ് യാത്ര സർക്കാരിന് വലിയ ബാധ്യതയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. കർണാടകയെയും തെലുങ്കാനയെയും അപേക്ഷിച്ച് തനത് വരുമാനം തീരെ കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മാത്രവുമല്ല KSRTC വലിയ കടക്കണിയിലുമാണ്. ഈ അവസ്ഥയിൽ സൗജന്യ യാത്ര കൂടി അനുവദിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. KSRTCയെ മാത്രമാകില്ല സൗജന്യ യാത്ര ബാധിക്കുക, സ്വകാര്യ ബസ് വ്യവസായത്തെയും ഇത് ബാധിച്ചേക്കും. UDF സർക്കാരിൻ്റെ വിജയവും പരാജയവും അവരുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തും. ഭരണത്തിൻ്റെ ആദ്യ വർഷം തന്നെ ഈ സർക്കാർ എത്രത്തോളം ദിശാബോധത്തോടെ മുന്നോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.